മലയാളികൾ കഴിഞ്ഞ ദിവസം ഉപ്പുമുളകിൽ നിന്നും ഉണ്ണിമായ ഗൗരി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പോകുന്നു എന്ന് പറഞ്ഞെത്തിയപ്പോൾ തന്നെ ബിഗ് ബോസിലേക്കാണോ എന്ന് ചോദിച്ചെത്തിയിരുന്നു. ഇപ്പോഴിതാ സിദ്ധാർത്ഥ് പ്രഭുവും ഉപ്പുമുളകിൽ നിന്ന് ഇറങ്ങുന്നത് ബിഗ് ബോസിലേക്ക് തന്നെയാണ് എന്ന് പറയുന്നു. മറ്റുള്ള ചാനലിൽ നിന്നുള്ള സീരിയലുകളിലെ ആളുകളെ പിടിക്കാൻ തന്നെ എപ്പോഴും ബിഗ് ബോസ് ശ്രമിക്കാറുണ്ട്. അക്കൂട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരും ശ്രദ്ധ തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് മനസ്സിലായി എന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. സിദ്ധാർത്ഥ് ഇനി മുതൽ കുറച്ച് നാളത്തേക്കുണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കൃത്യമായി താൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് സിദ്ധാർത്ഥ് പറയുകയും ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ പ്രേക്ഷകർക്ക് അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട്. ആരാധകർക്ക് അത് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്ത തന്നെയാണ്. പ്രേക്ഷകർ വളരെയധികം പ്രേക്ഷകപ്രീതിയോടെ മുന്നേറുന്ന ഒരു കാര്യമായി തന്നെ ഇതിനെ കാണുകയും ചെയ്യുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ സിദ്ധാർത്ഥിൻ്റെ ബിഗ് ബോസ് എൻട്രിയെക്കുറിച്ച് സംസാരിക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്, അതിൽ ഒരു കുഴപ്പവുമില്ല. വളരെ നല്ല കാര്യം എന്ന് മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ. കാരണം പ്രേക്ഷകർക്ക് അത് വളരെയധികം തന്നെ നല്ലൊരു കാര്യമായി തോന്നുന്നുണ്ട്. സിദ്ധാർത്ഥ ബിഗ് ബോസിലേക്ക് എത്തുന്നതും ഈ ഒരു വിമർശനങ്ങളൊക്കെ മാറാനും ചിലപ്പോൾ വർദ്ധിക്കാനും ഒക്കെ സാഹചര്യത്തിലേക്ക് എത്തിക്കുമെങ്കിലും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു മാത്രമാണ് ചെയ്യാനുള്ളതെന്നും പ്രേക്ഷകർ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു വാർത്തയായും ഇത് മാറുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അത് വളരെയധികം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഓരോ തവണയും പ്രേക്ഷകർ ഇപ്പോൾ സിദ്ധാർത്ഥ എന്തിനാണ് ഉപ്പുമുളകിൽ നിന്ന് പോയതെന്ന് ചോദിച്ചെത്തുകയാണ്. കാരണം വിമർശനത്തിന്റെ പേരിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന വാർത്തയായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ വാർത്തകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുന്നതും ഓരോ തവണയും പ്രേക്ഷകപ്രീതിയോടെ തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ വൈറലാവുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ സിദ്ധാർത്ഥിന് വേണ്ടി തന്നെയാണ് പറയുന്നത്. ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഓരോ വാർത്തകളെക്കുറിച്ച് പങ്കുവെക്കുന്നത്. ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ സിദ്ധാർത്ഥിന് ലഭിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സിദ്ധാർത്ഥ് അവിടേക്ക് വരുന്നത് വളരെയധികം ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അത് കാതോർത്തിരിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ സിദ്ധാർത്ഥിന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടായിരിക്കും സിദ്ധാർത്ഥിന് എത്ര നാൾ നിൽക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശരിക്കും പറഞ്ഞാൽ ഉപ്പുമുളകിൽ നിന്ന് പോകുന്നത് താൽക്കാലികമായിട്ടാണ് എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ഉപ്പുമുളകിലൂടെ തിരിച്ചു വന്നതിലൂടെ തന്റെ ഇമേജ് തിരിച്ചു പിടിച്ചുകൊണ്ട് വരികയായിരുന്നു സിദ്ധാർത്ഥ്. ശരിക്കും ഇടയ്ക്ക് പല രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിലും റോഡിൽ പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിലും ഒക്കെ വിമർശനം കേട്ടുകൊണ്ട് വരികയായിരുന്നു. അതിനിടയിൽ തന്നെ ഉപ്പുമുളകിലേക്ക് തിരികെ എത്തിയപ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇമേജിന് തിരികെ കോട്ടം സംഭവിക്കാതെ തിരികെ ലഭിച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.